ഇതൊക്കെ നമുക്ക് പടം റിലീസായി അടുത്ത ദിവസം ഞാൻ എന്തുകൊണ്ടെന്നുള്ള എക്സ്പ്ലനേഷൻ പറയാം. എനിക്കതിന്റെ ചോദ്യത്തിനും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ സിനിമ ഏറ്റവും മോശം കോലത്തിലിരുന്ന സമയത്താണ് ഇങ്ങനെ സിനിമ ഏട്ടൻ പറയുന്നത്. കാരണം അതും തടി കുറയ്ക്കുന്നത് യാതൊരു ഉറപ്പില്ല. അല്ല, ഞാൻ ഇന്നലെ അത് ചോദിച്ചു, തടി കുറയ്ക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചേട്ടൻ വിളിച്ച് നിങ്ങൾ തമ്മിലൊരു സംസാരം ഉണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അല്ല, നമ്മുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട്. നമ്മള് അതിന്റെ ഏറ്റവും വലിയ രസം വെച്ചാൽ ഒക്ടോബറിൽ ഷൂട്ട്, ഓഗസ്റ്റിലെ മാസം അവസാനം ഓണം, ഓഗസ്റ്റ് വരെ തടി കുറഞ്ഞിട്ടില്ല. ഈ സെപ്റ്റംബർ ഒരു മാസം കൊണ്ട് എവിടെ തടി കുറയാൻ പോകുന്നു? അതിന്റെ ഇടയ്ക്ക് ഓണസദ്യയും കഴിച്ചു. അതിൽ അന്നും അവിടെ ഉണ്ടായിരുന്നു. ഹൈദർക്കയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയത്. അന്നും അവിടെ ഒരു ഭാരമായിട്ട് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ രസം വെച്ചാൽ കസേര കളി പരിപാടി അറേഞ്ച് ചെയ്തു. അപ്പോ ആ വീഡിയോ നമ്മൾ കസേര കളിച്ചത്, ആ വീഡിയോ അജു വിശാഖിന് അയച്ചു കൊടുത്തു. വിശാഖ് ഏട്ടനെ അയച്ചു കൊടുക്കുന്നു, എനിക്ക് കോള് വരുന്നു. അപ്പം ഒരു ചെയിൻ പോലെയാണ് അത് പോയിരിക്കുന്നത്. അപ്പം വിശാഖ് ദിവ്യ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ തടി കുറക്കുന്നതിന്റെ പേരിൽ ഉടക്കിന്ന് വെച്ചാൽ ഞാൻ ഏട്ടൻ വിളിച്ചു, കാര്യം പറഞ്ഞു, ഇത് തരണം കുറക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആ പടത്തിൽ അറിയാലോ, ആ പടത്തിൽ ഞാൻ പോലീസായിട്ട് അഭിനയിക്കുക, വേറെ ആളെ വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ക്യാരക്ടർ പിടിച്ചതാണ് പെട്ടെന്ന്. ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ ആലോചിച്ചേ നീ വേറെ ആളെ വെക്കോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞും പോയി. പിന്നെ ഏട്ടനൊരു മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പം ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ് ഒക്കെ അയച്ചു. ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ദിവ്യ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇതിനൊക്കെ പ്രശ്നക്കാരൻ. അപ്പൊ വിശാഖ് എന്നോട് പറഞ്ഞു, അളിയൻ എന്നോട് പറഞ്ഞു, അളിയന്റെ കസേര കളി നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു എന്നോട്. തമാശയില് ദിവ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഞാൻ വിശാഖ് അയച്ചെന്ന് എനിക്കറിയാം, കസേര കളി കാണാൻ വേണ്ടി. ഓ, ഇവിടെ ആരും കസേര കളിയുണ്ട്, അവൻ മനഃപൂർവ്വം നിന്റെ അടി വാങ്ങാതെ കാണിക്കാൻ പരാതിയായിട്ട് അയച്ചതാണ്. ഞാന് അപ്പൊ പാര പോയിരിക്കുന്നത് നൻപനാണ്, പാര വെച്ചത് നിങ്ങള്. അപ്പൊ എല്ലാരും ഒരുമിച്ചുള്ളൊരു വേദി ആയതുകൊണ്ട് എടുത്ത് പറയുന്നത് കൃത്യമായിട്ട് പറയണമല്ലോ. ഇവിടെ അജും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചെയിൻ ഇങ്ങനെ എന്നെ കസേര കളിപ്പിച്ച് അത് വീഡിയോ അയച്ച് അത് അപ്പൊ തന്നെ. എന്റെ ഏറ്റവും ദിവസം അറിയാമോ, നമ്മള് കസേര കളിക്കുന്നു, അത് നിങ്ങൾ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും. എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു? ഇന്റർനെറ്റിന് പോലും അത് നമ്മുടെ ഒരു കമ്പനിയുടെ പ്രത്യേകതയാണ്. അത് പ്രൊമോട്ട് സത്യം പറയില്ലേ, അന്നത്തെ ദിവസം ഏട്ടൻ പറഞ്ഞ അനുസരിച്ച് ഈ പടം നടക്കില്ല. അങ്ങനെ ഒരു സിനിമ തന്നെ നിങ്ങൾ ഇല്ലാതാക്കി. അപ്പോഴാണെങ്കിൽ സെറ്റ് വർക്ക് നടന്ന് ഏകദേശം 1.5-2 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ 2 കോടി രൂപ നഷ്ടപരിഹാരം ഞങ്ങൾ തരേണ്ടി വന്നു. ഇപ്പൊ 10 കോടി 100 കോടിയിലേക്ക് എത്താൻ പോകുന്നു. അതുകൊണ്ട് ആ കസേരകളെ ഒരു സംസാരം ഉണ്ടേ, അതിനൊരു അച്ചടക്കം ഉണ്ടായപ്പോ ഇല്ലേ? അങ്ങനെ കേൾക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളിവിടെ കസേര കളി കൊണ്ടാണ് ട്രാൻസ്ഫർ പെട്ടെന്ന് ഫാസ്റ്റ് ആയതെന്നുള്ള എന്ത് സംശയിക്കണം. അല്ല, അത് കഴിഞ്ഞപ്പോ അത് ഹൈദർക്ക പറഞ്ഞ കറക്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു അല്ല, അതിനുശേഷം ധ്യാനൊരു ഫയർ വന്നു. അത് പിന്നെ നമ്മള് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോ, ഏട്ടാ ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല, ആ കൂടെ കുറച്ച് പച്ചക്കറിയും ഇടയ്ക്ക് പ്രോട്ടീനും മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറൊരു സാധനം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ബിരിയാണി ഇല്ലാതെ അത് പിന്നെ ഒരു 1.5 മാസം 2 മാസം പിടിച്ചെടുത്തായിരുന്നു. ഞാൻ ആ കറക്റ്റ് ആ ഷൂട്ടിന്റെ സമയത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞ ആ സിനിമ ആ സമയം നടക്കുന്ന ആ സമയത്തിന് വേണ്ടി മാത്രം ക്രാഷ് ഒക്കെ ചെയ്ത് ആ സമയത്ത് കുറച്ചു. പിന്നെ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴും പറഞ്ഞു കുറച്ച് വണ്ണം ഉണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ കഴിച്ചു കൊടുക്കും. വെയിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കഴിച്ചു തുടങ്ങി. തുടക്കം ഗുണം ചെയ്തു. എന്ത് സംശയിക്കണം. ഒരു പടം തന്നെ എന്റെ ജീവനെന്ന് പോയത് 2.5 കോടിയുടെ സെറ്റും വെച്ചിട്ട് ഞാൻ രാത്രി പോയി. അളിയാ ഇതാണ് സംഭവം. അല്ല, എന്നോട് ഞാനിത് പറഞ്ഞു. അതാണ് ഇന്നലെ വിനയനോട് ഞാൻ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ഇതൊക്കെ കണ്ടിട്ട് ചേട്ടൻ എന്നോട് ഒരു ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ടല്ല, ഞാൻ സങ്കടം പറഞ്ഞതാ. അത് ദേഷ്യമായിട്ട് തോന്നിയല്ല, ദേഷ്യപ്പെട്ടത് ഞാനാ. തിരിച്ച് സ്വാഭാവികം. മാറ്റമൊന്നുമില്ല, ഇന്നുവരെ മാറ്റം സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ആ പടത്തിലേക്ക് വന്നു അല്ലേ? നിങ്ങൾ എൻ്റെ അറിവിൽ നിങ്ങൾ രണ്ടുപേരും ധ്യാനം മാറ്റി, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സന്തോഷവാനാണ്. ധ്യാനം മാറ്റിയല്ലോ അല്ല, അവിടെ വന്ന് ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷവാന്മാരാണ്. ഞാൻ അല്ലെങ്കിലും ഞാൻ നേരത്തെ ഇന്റർവ്യൂ പറഞ്ഞു, ഈ ഫസ്റ്റ് കോളില് അപ്പു ആണെന്ന് പറഞ്ഞു, 2ാമത്തെ പേര് ധ്യാനാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു.
കാരണം നമ്മുടെ ബന്ധം അറിയാമല്ലോ. ഞാൻ ഫസ്റ്റ് സിനിമയിൽ വരാൻ തന്നെ കാര്യം ധ്യാനം. അപ്പം ആ ഒരു ചെയിൻ, അപ്പം വർഷങ്ങൾക്ക് ശേഷം ലവ് ആക്ഷൻ ഡ്രാമ ഹൃദയം കഴിയുമ്പോൾ അടുത്തൊരു പടത്തിൽ ഇവർ രണ്ടുപേരുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ്. അതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പം പിന്നെ ഈ സിനിമ ഞാൻ കഴിഞ്ഞ ആഴ്ച ഫുൾ ഞാൻ മൊത്തത്തിൽ കണ്ടു. അപ്പം മൊത്തത്തിൽ കണ്ടപ്പം അപ്പുവും ധ്യാനും ഇതേപോലെ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങളൊരു ഫാമിലി റീയൂണിയൻ അല്ലെങ്കിൽ എല്ലാ ഫ്രണ്ട്സിന്റെ ഒരു ഒത്തുകൂടൽ. അപ്പൊ ഇത് പ്രേക്ഷകരും അതേപോലെ മതി, അതാണ് നമ്മുടെ ആഗ്രഹം. അതെ, തീർച്ചയായിട്ടും ഒത്തുകൂടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞ നമ്മൾ ഒത്തിരി ഹൈപ്പൊന്നും കൊടുക്കണം. നമ്മളൊരു ഇന്റർവ്യൂ നമുക്ക് പേരിന് വേണം, അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ധ്യാൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ധ്യാൻ അത് കണ്ട് അങ്ങനെ ഒന്ന് പറയും, ധ്യാൻ സ്വാഭാവികമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ മനസ്സിൽ എന്തായിരുന്നു, ധ്യാൻ മാറി വരുമോ, എല്ലാം ശരീരം കുറച്ച് എത്തുമോ എന്നുള്ളൊരു അല്ല, ഞാൻ ഉടനെ അർപ്പിതേനെ വിളിച്ചു. അർപ്പിതേനെ വിളിച്ചിട്ട് അർപ്പിത ഇവൻ ഉടക്കിയിട്ട് പോയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? ഇല്ല ഏട്ടാ ഞാൻ സംസാരിച്ചോളാം, ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം, അതൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് അർപ്പിത പറഞ്ഞപ്പോൾ ഓക്കെ അർപ്പിത സംസാരിച്ചോളൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഈ ഇദ്ദേഹത്തിന് ജീവിതത്തിൽ പേടി അവിടെ മാത്രമുള്ളല്ലേ? അർപ്പിത പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞാൻ അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞ ഏട്ടൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, അർപ്പിത വിളിച്ചു, കാര്യം പറഞ്ഞു, പിന്നെ അളിയെ വിളിക്കുന്നേ ഇല്ല കേട്ടോ. ഞാൻ രാത്രി 11 മണിക്കാണ് വിളിക്കണം. സംഭവം എന്ന് വെച്ചാൽ ഒരാള് ദേഷ്യത്തിലിരിക്കുമ്പോ ഒരിക്കലും ഫോൺ വിളിക്കാൻ പോരുത്. എന്റെ ഒരു രസമുണ്ട്, ഞാൻ ഒരു കാര്യം പറയണമെങ്കിൽ ഫോണ് വിളിച്ചിട്ട് കാണാൻ പറയാറുണ്ട്. ഞാൻ നേരിട്ട് പോയി അളിയ ഇങ്ങനെയാണ് കാര്യമേ പറയുള്ളൂ. ഞാൻ ഒരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അല്ല ഞാൻ പറയാറുണ്ട്. ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്ത് ഫോണിൽ കൂടെ ഒരു കാര്യം പറയാറില്ല. ഞാൻ ഇപ്പം എസ്പെഷ്യലി ധ്യാൻ്റെ അടുത്ത് ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കണമെന്ന്. ഞാൻ ഇതേപോലെ അളിയ കുറയില്ലേ വണ്ണം, കുറയ്ക്കും അളിയ വണ്ണം, ഇങ്ങനെ ഇത് ആൻസർ കിട്ടിയ പോലെ ഇത് ഫോണിൽ നിന്ന് മറ്റേ വിളിച്ചിട്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 15 ദിവസം ഞങ്ങൾ പോവും, കാണാറുണ്ട്. അപ്പൊ ട്രാൻസ്ഫോം. പക്ഷെ എന്റെ ഇതിനകത്ത് ഞാൻ കണ്ടപ്പോൾ ധ്യാനം കുറച്ച് മെലിഞ്ഞ് വരണപ്പോൾ നമ്മൾ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യണവർക്ക് അറിയത്തുള്ളൂ. ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ 1 മാസം കഴിയുമ്പോൾ കാണാറുള്ളൂ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷെ അതിന് വർക്ക്ഔട്ട് ചെയ്യണം. ഇതൊക്കെ ഇവനിപ്പോ പറയുന്നുണ്ട്. ഇവൻ എന്നോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷ പോലെ കുറയുന്നില്ലല്ലോ, പ്രതീക്ഷ പോലെ കുറയുന്നില്ലല്ലോ. എന്നിട്ട് പുറകിൽ ഇങ്ങനെ നിന്നിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ടാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം 10ാം ക്ലാസ്, ബാക്കി എല്ലാവരും ഡിഗ്രി. അപ്പൂന് ഇതില്ല. ഞാൻ സത്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്, അപ്പൂനെ 10ാം ക്ലാസ് ആക്കിയിട്ട് ശരീരം വെച്ച് നോക്കിയാൽ അപ്പു ഓൾറെഡി ഫിറ്റ് ആണ്, ലീൻ ആയിട്ടിരിക്കുന്ന ആള്. അപ്പൂനൊന്ന് 10ാം ക്ലാസ് ആക്കിയിട്ട് എന്നെ വല്ല ഡിഗ്രിയോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, വണ്ണമുള്ള കുട്ടികൾക്ക് എന്താ 10ാം ക്ലാസ്സിൽ പഠിച്ചൂടെ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അതൊന്നുമല്ല ഇതിന്റെ ഫിസിക്കൽ ഒരു സംഭവമില്ല. ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എഫേർട്ട് എടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് കൺവിൻസ് ആവുള്ളൂ, അല്ലെ? ഇപ്പൊ രാജു ആടുജീവിതത്തില് ആ എഫേർട്ടിനാണ് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെ? ആ എഫേർട്ട് ഒരു പടത്തിന് എടുക്കേണ്ട എഫേർട്ട് എടുക്കണ്ടേ? അത് വേണം. പക്ഷെ അത് എടുത്തു, അവസാനം വൈകിപ്പോയി. പക്ഷെ എന്റെ ഓർമ്മയില്ല, ഈ ഇൻസിഡന്റ് നടന്ന അന്ന് രാത്രി തന്നെ വിനീത് പറഞ്ഞു, ഇനി നീ നോക്കിയോ ധ്യാൻ അത് കുറച്ചിരിക്കുന്നു. ധ്യാൻ വാശി വന്നാൽ ധ്യാൻ ചെയ്യും. അതുവരെ ഒരു ഈസി മട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം ഒരു ഫയർ കയറി. നീ നോക്കിയോ അടുത്ത കാണാൻ വരുമ്പം, ഞാൻ ഇതിനിടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട്. പക്ഷെ അന്ന് 1 മാസം വിളിക്കുമ്പോ ഒന്നും കാണില്ല. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മൾ എവിടെയോ അജുയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് നമ്മൾ അവിടെ ഐസ്ക്രീം എല്ലാം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് ധ്യാൻ ആപ്പടെ ഒരു ഫിഷ് പ്രോട്ടീൻ മാത്രം 8 o'clock മുമ്പ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് സെറ്റായിട്ട് വരും. അത് തടിയെ കുറിച്ച് മാത്രമേ ഈ തടിയിലേക്ക് ഒന്ന് വരണമെന്നോർത്തിട്ട് വന്നതാണ്. അതൊരു മെയിൻ ഒരു ജേർണി ഭയങ്കരമായിട്ട് ധ്യാൻ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് അതിലേക്ക്. ഇതെല്ലാം ഒരു കസേര കളിയിലാണ് വന്നത്. ആ ക്യാരക്ടർ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 10ാം ക്ലാസ് എന്ന് തോന്നിപ്പിക്കണമെങ്കിൽ, കാരണം അതിന് ഡിമാൻഡ് ചെയ്തിരുന്നു. പ്രത്യേക ചേട്ടൻ അത് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതല്ലെങ്കിൽ അതൊരിക്കലും നേരത്തെ പറഞ്ഞ ഓഡിയൻസ്, അത് കാണുന്ന ആൾക്കാർക്ക് അതൊരിക്കലും അത് ഫീൽ ചെയ്യില്ല. കാരണം അവര് ഇതേ കോലത്തിൽ വന്നിട്ട് എന്താ ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും അത് ജെനുവിൻ ആയിരുന്നു. അല്ല, ധ്യാൻ ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം ഇതേ രൂപത്തിൽ തന്നെയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം, ഒന്നും മാറ്റം വരുന്നില്ലല്ലോ. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം കൃത്യമാണ് ഈ സിനിമയ്ക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലായിരുന്നു. അതെന്തായാലും ഫലം കണ്ടിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല.